പാകിസ്ഥാനിൽ അജ്ഞാതരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഭീകരരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സെയ്ദിന്റെ കൂട്ടാളിയായ അബൂ ഖത്തലാണ് ഏറ്റവും ഒടുവിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ഒരാഴ്ചയ്ക്കിടെ 2 ഭീകരന്മാരാണ് അജ്ഞാതരുടെ ആക്രമണത്താൽ കൊല്ലപ്പെടുന്നത്. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തൊയ്ബയുടെ നേതാവാണ് കൊല്ലപ്പെട്ട അബൂ ഖത്തൽ. ശനിയാഴ്ച രാത്രിയാണ് ഭീകരന് നേരെ അജ്ഞാതർ വെടിയുതിർത്തത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത സഹായി എന്ന നിലയിലും ഇയാൾ കുപ്രസിദ്ധനായിരുന്നു. ഹാഫിസ് സയ്യിദാണ് ലഷ്കർ-ഇ-തൊയ്ബയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിച്ചത്. ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പിന്തുടർന്നു വരികയാണ് അബൂ ഖത്തൽ കൊല്ലപ്പെടുന്നത്. ഭീകര സംഘടനയുടെ മുഖ്യപ്രവർത്തനായിരുന്ന അബൂ ഖത്തൽ ജമ്മു-കശ്മീരിൽ ഒട്ടേറെ ആക്രമണങ്ങൾക്ക് പിന്നിലെ മുഖ്യ സൂത്രധാരനാണ്. സിയാ-ഉർ-റഹ്മാൻ എന്നാണ് അബൂ ഖത്തലിന്റെ യഥാർത്ഥ പേര്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കനത്ത സംരക്ഷണത്തിലായിരുന്ന അബൂ ഖത്തൽ ലഷ്കർ-ഇ-തൊയ്ബ ഭീകരരെയും സാധാരണ വേഷത്തിലുള്ള പാക് സൈനികരെയും തന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നു. ചലം പ്രദേശത്തെ ദിന പഞ്ചാബ് യൂണിവേഴ്സിറ്റിക്ക് സമീപത്തുള്ള സീനത്ത് ഹോട്ടലിന് സമീപമാണ് ആക്രമണം നടന്നത്. അബൂ ഖത്തലിന്റെ വാഹനവ്യൂഹം കടന്നുപോകുമ്പോൾ അജ്ഞാതരായ തോക്കുധാരികൾ വെടിയുതിർക്കുകയായിരുന്നു. അബൂ ഖത്തലും ഒരു സുരക്ഷാ ജീവനക്കാരനും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. 2023 രജൌരി ആക്രമണത്തിൽ അബൂ ഖത്തലിന് പങ്കുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കുറ്റപത്രത്തിൽ പരാമർശിച്ചിരുന്നു. NIA അന്വേഷണ പ്രകാരം ജമ്മു-കശ്മീരിലെ ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള സാധാരണക്കാരെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നിന്നുള്ള ലഷ്കർ-ഇ-തൊയ്ബ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിനും അയക്കുന്നതിനും അബൂ ഖത്തൽ പ്രവർത്തിച്ചിരുന്നു. 2023 ഏപ്രിൽ 20 നടന്ന ഭീകരാക്രമണത്തിലും ഖത്തലിന് പങ്കുണ്ടായിരുന്നു. അന്നത്തെ ആക്രമണത്തിൽ 5 സൈനികർ കൊല്ലപ്പെടുകയും മൃതദേഹങ്ങൾ വികൃതമാക്കപ്പെടുകയും ചെയ്തു. ജമ്മു-കാശ്മീരിലെ നിരവധി ഭീകരാക്രമണങ്ങളിൽ അബൂ ഖത്തലിന്റെ പങ്കിനെക്കുറിച്ച് സൈന്യം ഉൾപ്പെടെ ഒട്ടേറെ സുരക്ഷാ ഏജൻസികൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ജമ്മു-കാശ്മീരിലെ റാസി ജില്ലയിൽ ശിവഖോരി ക്ഷേത്രത്തിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയവർ സഞ്ചരിച്ച ബസിന് നേരെ ജൂൺ 9 നടന്ന ആക്രമണത്തിന് നേതൃത്വം നൽകിയതും ഖത്തലാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. മുൻ ഇന്ത്യൻ നാവികസേനാ ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ യാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ പാകിസ്ഥാനിലെ ചാരസംഘടനയായ ISI സഹായിച്ച മതപണ്ഡിതനും പാകിസ്ഥാനിൽ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. മുഫ്തി ഷാമിറാണ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചത്. ബലൂചിസ്ഥാനിൽ വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം. അതിനിടെ പടിഞ്ഞാറൻ ഇറാഖിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ISIS ഗ്ലോബൽ ഓപ്പറേഷൻ തലവൻ അബു ഖദീജ എന്നറിയപ്പെടുന്ന അബ്ദുള്ള മക്കി മുസ്ലിഹ് അൽ റിഫായിയെ വധിച്ചതായി US അറിയിച്ചു. US സെൻട്രൽ കമാൻഡും ഇറാഖി ഇന്റലിജൻസും സംയുക്തമായി നടത്തിയ നീക്കത്തിലാണ് ഇയാളെ വധിച്ചത്. വ്യാഴാഴ്ചയാണ് ഇറാഖിലെ അൻ ആൽബാർ പ്രവിശ്യയിൽ വ്യോമാക്രമണം നടത്തിയത്. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും സെൻട്രൽ കമാൻഡും വ്യത്യസ്ത പ്രസ്താവനകളിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആക്രമണത്തിൽ മറ്റൊരു IS ഭീകരൻ കൂടി കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. DNA പരിശോധനയിലാണ് കൊല്ലപ്പെട്ടത് അബൂ ഖദീജയാണെന്ന് സ്ഥിരീകരിച്ചത്. ISലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമാണ് അബൂ ഖദീജ. നമ്മുടെ മാതൃരാജ്യത്തിനും അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും ഭീഷണിയാകുന്ന തീവ്രവാദികളെ കൊല്ലുന്നതും അവരുടെ സംഘടനകളെ ഇല്ലാതാക്കുന്നതും ഞങ്ങൾ തുടരുമെന്ന് US സെൻട്രൽ കമാൻഡ് കമാൻഡർ ജനറൽ മിഖായിൽ എറിക്കുറില്ല അറിയിച്ചു. ഇറാഖിലെയും ലോകത്തിലെ തന്നെയും ഏറ്റവും അപകടകാരിയായ തീവ്രവാദിയെയാണ് വധിച്ചിരിക്കുന്നതെന്ന് ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും പ്രതികരിച്ചിരുന്നു.